to Voice of Goodness Season 2 Junior. ആയിരത്തോളം മത്സരാർത്ഥികൾ മാറ്റുരച്ച വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഓഡിഷനിൽ നിന്നും 26 പേരാണ് മത്സരിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ നിന്നും ഒരുപാട് റൗണ്ടുകൾ പിന്നിട്ട് 12 പേരാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സെമി ഫൈനൽസിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഇവർക്ക് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനകളും പ്രോത്സാഹനവും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ഏവരെയും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. അൾത്താരയിൽ ആത്മബലിയായി, ഗിരിയു പ്രഭാതമേ, പരിശുദ്ധാത്മാവെ സഹായിക തുടങ്ങി ഒരുപാട് നല്ല ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ച ദീപോൾ മ്യൂസിക് അക്കാദമിയുടെ ഡയറക്ടർ കൂടിയായ ഫാദർ അഗസ്റ്റിൻ പുത്തമ്പുര. സിനിമാ പിന്നണിഗാന രംഗത്തും ക്രിസ്തീയ ഭക്തിഗാന രംഗത്തും ഒരുപോലെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമുക്കേവർക്കും പ്രിയങ്കരിയായ ഗായിക സിസിലി എബ്രഹാം. ഗായകൻ, സംവിധായകൻ, അവതാരകൻ എന്നീ നിലകളിലെല്ലാം നമുക്കേവർക്കും പ്രിയങ്കരനായ നിഖിൽ മേനൻ. ഇനി നമ്മുടെ ഈ ഫ്ലോറിൽ നമ്മുടെ കണ്ടസ്റ്റൻസിനോടൊപ്പം ഒരുപാടധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർക്കസ്ട്രയുണ്ട്. ദ ഗുഡ്നസ് ബാൻഡിനെയും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. അങ്ങനെ നമ്മുടെ മത്സരങ്ങളിലേക്ക് കടക്കാൻ സമയമായിരിക്കുകയാണ്. ടീനു നമുക്ക് മത്സരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ അഗസ്റ്റിൻ അച്ഛൻ ഒരുപാട് പാട്ടുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പൊ അതിലൊരു പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടിയിട്ട് കോമ്പറ്റീഷനിലോട്ട് ഇടക്കാം. അച്ഛാ, തീർച്ചയായും. ഏത് പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത്? അൾത്താരയിൽ ആത്മബലിയായി അർപ്പിക്കാനായി വരുന്നു. വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. നമ്മുടെ എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലൊക്കെ പ്രാരംഭ ഗീതമായിട്ട് പാടാറുള്ള ഒരു പാട്ടാണ്. സന്തോഷമുണ്ട്. അർപ്പിക്കാനായി ഞാൻ വരുന്നു, എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്തവർക്കും എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയായേക ആത്മബലിയാ അർപ്പിക്കാനായി ഞാൻ വരുന്നു, എല്ലാം നിനക്കായി നൽകാൻ
മനോഹരമായ ഒരു പാട്ടായിരുന്നു നമ്മൾ എല്ലാവരും ഒന്ന് ചേർന്ന് പാടിയത്. ഫാദർ മാത്യു എലവുങ്കലാണ് ഈ ഗാനത്തിന് വരികൾ രചിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു നല്ല തുടക്കം തന്നെയായിരുന്നു. ഇനി നിങ്ങൾ കാത്തിരുന്ന മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യുന്നു, ഋതുൽ റാഫേൽ. ഋതുൽ, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. എന്താ കുറെ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ എന്താണ്, കൊയറിലുണ്ട്, മ്യൂസിക് മിനിസ്ട്രിയിലൊക്കെ പാടുന്നുണ്ട്, അവിടെയൊക്കെ എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടി, ഇതിലെ പാട്ടൊക്കെ എങ്ങനെയുണ്ടെന്നാണ് അവരുടെ അഭിപ്രായം? എല്ലാവരും കാണാറുണ്ടെന്ന് പറയാറുണ്ട്, പിന്നെ അഭിനന്ദിക്കാറുണ്ട്. സന്തോഷം ഉണ്ടാവാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നല്ല കാര്യം, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഋതുൽ നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സിംഗറാണ്, നല്ല വോയിസ് ഉണ്ട്. ഏത് റൗണ്ടിലാണ് ഇന്ന് പാടാൻ എത്തിയിരിക്കുന്നത്? ഫാദർ ജസ്റ്റിൻ പനക്കൽ റൗണ്ടില്. പനക്കൽ അച്ഛന്റെ ഏത് പാട്ടാണ് എടുത്തിരിക്കുന്നത്? യേശുവിന്റെ പ്രാണനാഥൻ എന്ന പാട്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല പോപ്പുലർ ആയിട്ടുള്ള സോങ് ആണ്. അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിരിക്കണം. നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? പ്രാർത്ഥിച്ചിട്ടുമില്ലേ? അപ്പൊ എന്താണെങ്കിലും തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ പാടാൻ പറ്റും. നല്ലൊരു സോങ് ആണ്. നന്നായിട്ട് തന്നെ പാടുക. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം, യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. വിണ്ണിലേക്ക് തീർത്ഥയാത്ര, യേശുവിന്റെ മാർഗദീപം, വിണ്ണിലേക്ക് തീർത്ഥയാത്ര, യേശുവിന്റെ മാർഗദീപം, നീ എന്റെ മാനസം പൂകുകില്ലേ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ, നീ എന്റെ മാനസം പൂകുകില്ലേ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ. യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. യേശുവിന്റെ ദിവ്യനാഥം, ഹൃദയത്തിൻ ജീവജലം, യേശുവിന്റെ ദിവ്യനാഥം, ഹൃദയത്തിൻ ജീവജലം, ശാന്തിയേകും പുണ്യതീർത്ഥം, ഹൃദയത്തിൽ ഇന്നു
യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. ഋതുൽ എന്തോ നല്ലായിരുന്നു കേട്ടോ പാട്ട്. താങ്ക് യു. ആ പനിക്കലച്ചന്റെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ വളരെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടാണ്. ഒരുപാട് സംഗതികളോ അങ്ങനെ ട്വിസ്റ്റ് ഒന്നും ഇല്ല. അങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് പാടാവുന്ന ഒരു പാട്ടാണ്. പിന്നെ നമ്മള് സ്ഥിരമായിട്ട് പാടുന്ന ഒരു പാട്ടായിട്ട് കേൾക്കാനും ഒരു സുഖം ഉണ്ടായിരുന്നു. അതൊരിക്കൽ കൂടി ഇങ്ങനെ പാടി കേട്ടപ്പോ. പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു ഋതുൽ ഇങ്ങനെ മെയിൽ വോയിസിലേക്ക് ട്രാൻസ്ഫോം ചെയ്തത് ആരും അറിഞ്ഞു പോലില്ല. വന്നപ്പോ ഒരു ഫീമെയിൽ ടോൺ ആയിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോ. പക്ഷെ അത് വളരെ സുഖമായിട്ട്, അതും ഒരു വലിയ ഭാഗ്യമാണ്. നല്ലൊരു മെയിൽ ടോണിലേക്ക് ഇങ്ങനെ സേഫ് ആയിട്ട് പോയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഞാനത് ഓർക്കുമായിരുന്നു ഇന്നിങ്ങനെ പാടിയപ്പോ. ഏതായാലും നമുക്ക് പനിക്കലച്ചന്റെ ഈ സോങ്സ് പാടുന്ന ഈ റൗണ്ടിന്റെ കമന്റ്സ് ചോദിക്കാം. നിഖിലേട്ട, ഋതുൽ മകനെ എന്തോ എത്ര സമയം എടുത്തു ഈ പാട്ട് പഠിക്കാൻ? അധികം ദിവസമൊന്നും എടുത്തിട്ടില്ല, ഏകദേശം ഒരു 2-3 ദിവസം എടുത്തു. മകനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് മോൻ സെലക്ട് ചെയ്തത്. ഭയങ്കര മോന്റെ ശബ്ദത്തിന് ഞാൻ പറയാറില്ല, ഒരു ഡിവൈൻ ടച്ച് ഉണ്ട്. മോൻ പാടുമ്പോ ഞാൻ അറിയാതെ മോൻ പള്ളിയിൽ പാടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാം. യുവർ വോയിസ് ടേക്സ് മീ ടു എ ചർച്ച്. ദാറ്റ്സ് എ റിയൽ ഫാക്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ഒരു കോമ്പറ്റീഷന് പാടുമ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കപ്പ് എടുത്തു തരില്ല. ഓ ഇല്ല. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ചില എന്താ പറയാ, ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് വേണം. ബാക്കിയുള്ളവർ ഇവിടെ കോമ്പറ്റീഷനാണ് ഇരിക്കുന്നത്, കഷ്ടപ്പെട്ട് പഠിക്കുന്നില്ലേ. അവന്റെ ഈ പ്രാണനാഥൻ എന്നുള്ളൊരു സംഭവമില്ലേ പല്ലവിയില്, ഇടയ്ക്ക് 2-3 സ്ഥലത്ത് നിന്ന് എങ്ങനെയാ നോട്ടേഷൻ, എങ്ങനെയാ അതിന്റെ? യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. ശബ്ദത്തിലുണ്ട്, പക്ഷെ ആ ഉള്ളീന്ന് വരേണ്ട സാധനം ഉണ്ടല്ലോ, ആ ഒരു സംഭവം അത് വരണം. നമ്മൾ സ്കെച്ച് പെനിലൊരു സ്കെയിലിട്ട് ഇങ്ങനെ വരച്ച പോലെ പാടി എന്നൊക്കെ പാടി കറക്റ്റ് നൊട്ടേഷനിലൊക്കെ തൊട്ട് വന്നു. പക്ഷെ അതിന്റെ ഒരു ലൈഫ് എന്ന് പറയണത് സോൾ, ലൈഫ് എന്നല്ല സോൾ എന്നാണ് പറയുക. ആ സോൾ ഒരു കുറെ പെർസെന്റേജ് മിസ്സിംഗ് ആയിരുന്നു. അത് കൂടുതൽ ഈ പാട്ടിലേക്ക് ശ്രദ്ധിച്ചതുകൊണ്ടാവാം. പക്ഷെ ഇങ്ങനെയുള്ള ട്യൂണൊക്കെ കയ്യിൽ കിട്ടുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മാനമാടാം. അത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിവൈൻ ട്യൂണാണ്. ശരിക്കും മോന്റെ ശബ്ദത്തിനൊക്കെ പറ്റിയ ഒരു പാട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമായ. സെലക്ഷൻ ഓഫ് സോങ് വാസ് ഗുഡ്. പിന്നെ ചരണത്തില് 2 ചരണത്തിലും സെക്കൻഡ് ഹാഫ് അവിടെയൊക്കെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഗമഗമൊക്കെ കൊടുക്കാൻ ശ്രമിച്ച പോലെ തോന്നി. അതൊന്നും ഇല്ലല്ലോ ആ സാധനം കേട്ടിട്ട്, അല്ലേ? പേടിച്ചിട്ട് അതിന്റെ ഗ്യാപ്പിൽ എന്നൊക്കെ വന്ന് വരും അല്ലേ? ഇത്രയും നാളില്ലാത്ത പേടി പെട്ടെന്ന് വന്ന ഇവിടുന്ന്. അവൻ ആ സെക്കൻഡ് ഹാഫ് പാടിയ ചരണത്തിന്റെ ആദ്യത്തെ പിന്നെ അനുപല്ലവിടെ യേശുവിന്റെ ദിവ്യനാഥം, ഹൃത്തടത്തിൻ ജീവജലം. ചെറിയ സാധന തേക്കില് താരീര സാധനം വന്നു, റൈറ്റ്? അങ്ങനെ വളരെ സിമ്പിളായിട്ട് അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഒരു അധികം എംഫസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കല്ലായി കിടക്കും. ഓക്കെ,
ഇതാരാ പാടിയത് ഈ പാട്ട് ഒറിജിനലി? യേശുദാസ്. ആ, തമ്പുരാൻ പാടിയിട്ടതല്ലേ, അപ്പൊ ഏകദേശം കേൾക്കുമ്പോ അറിയാം എവിടെ സംഗതികളൊക്കെ എന്താ ഇട്ടിരിക്കുന്നതെന്ന്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, ഗുഡ്. അഗൈൻ ഈ പറയുന്ന പോലെ രണ്ടാമത്തെ ചരണത്തിലും ഫസ്റ്റ് ലൈനിലും കയ്യിൽ നിന്നൊന്ന് കുറച്ച് ഒരു പുഷ് ഇട്ട് നോക്കി. അതേത് പോർഷൻ ആയിരുന്നു? സെക്കൻഡ് ഹാഫ് ചരണം. ഫസ്റ്റ് ലൈൻ എന്താ? ചരണത്തിന്റെ ആദ്യത്തെ ലൈൻ എന്താ? യേശുവിന്റെ 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 ദിവ്യനാഥം 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 നാദം 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 ആ, ദിവ്യനാദം നാദം ധം അല്ല. ദിവ്യനാദം. അടുത്ത ഞാൻ ഹൃത്തടത്തിൻ ജീവജലം ജീവജലം ജീവജലം. ഒരു ഈ നേരത്തെ പറഞ്ഞ സോൾ എന്നൊരു സാധനം ഉണ്ടല്ലോ, ഒരു ആത്മാവ് ആ ഗാനത്തിന് മോനായിട്ട് കൊടുക്കണം. പണ്ഡിതന്മാരുണ്ടാക്കിയ പാട്ടും ഒരു പണ്ഡിതൻ പാടിയിട്ട പാട്ടും, അത് നമ്മൾ സ്റ്റേജിന്റെ മുകളിൽ ഒരു എഫേർട്ട് എടുക്കുമ്പോ അത്ര എത്തിയില്ലെങ്കിലും അതിനോട് ജസ്റ്റിഫൈ എന്ന രീതിയിൽ പെർഫോം ചെയ്യുക കേട്ടോ. നന്നായിട്ട് പാടി ഇയാള് നല്ലൊരു മിടുക്കനാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നിഖിലേട്ട. അഗസ്റ്റിൻ അച്ഛൻ. ഋതുൽ എന്താ? മോനെ വളരെ നന്നായിട്ട് പാടി. നല്ല വോയിസ് ആട്ടോ താങ്ക് യു. മോനെ, നല്ല വോയിസ് ആണ്. ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോഴേ അറിയാതെ എന്റെ സെമിനാരി കാലഘട്ടത്തെ കുറിച്ച് ഇങ്ങനെ ഓർത്തുപോയി. ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ ജസ്റ്റിൻ അച്ഛൻ ക്ലാസ് പഠിപ്പിക്കുമായിരുന്നു. അന്നേരമാണ് ഈ കാസറ്റ് ഒക്കെ, അന്ന് CD ഒന്നും ആയിട്ടില്ലല്ലോ, കാസറ്റ് ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഓർക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ ഈ കാസറ്റ് പാട്ടൊക്കെ എല്ലാം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളോട് പറയായിരുന്നു, ഇതൊരു ഗ്രിഗോറിയൻ ചാന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ ഒരു വെസ്റ്റേൺ ചർച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കുറെ പാട്ടുകൾ ഗ്രിഗോറിയൻ ചാന്റിൽ നിന്ന് ഉത്ഭവിച്ചാന്ന് പറയുന്നത്. ഈ പാട്ടിന് ആ ഒരു ചായവുണ്ട്, പിന്നെ ഒരു വെസ്റ്റേൺ ഇതും കൂടി, ഒരു ചായവ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിന് സംഗീതം കൊടുത്തിരിക്കുന്ന അച്ഛൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല ഒരു നിഖില് എനിക്ക് അതിശയം തോന്നി. ഹൈന്ദവ ഒരു സഹോദരനാണെങ്കിൽ പോലും ചർച്ചിലേക്ക് എന്നെ അവിടെ അറിയാതെ ചർച്ചിൽ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നി. കാരണം അത്ര ആ ഫീലുള്ളൊരു പാട്ടായതുകൊണ്ടാണ്. അറിയാതെ നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് അയ്യോ കയറി പോകുന്ന പോലെയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ. അത് ആ ഗ്രിഗോറിയൻ ചാന്റിന്റെ പ്രത്യേകതകളും വെസ്റ്റേൺ മ്യൂസിക് എല്ലാം കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്യൂണാണത്. ഫ്രണ്ട്സിനൊക്കെ അറിയാവും, അങ്ങനെ ഒരു പാട്ടാണത്. അതുകൊണ്ട് നമ്മൾ അറിയാതെ ഹൃദയം അടുത്ത് പോയി തമ്പുരാനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ നന്നായിട്ട് പാടിയിട്ടുണ്ട് മോനെ. പിന്നെ എനിക്ക് പറയാനായിട്ട് തോന്നിയത് മോനെ ലാൻഡിംഗ് നോട്ട് അല്പം കൂടി ഒന്ന് വൈബ്രാറ്റോ ചെയ്തിട്ട് ഒന്ന് അവസാനിപ്പിക്കുക. ഇച്ചിരി സബ്സ്റ്റനോട് കൊടുത്ത് നിർത്തുവാണെങ്കിൽ അപ്പൊ മോനെ കഷ്ടിച്ച ആ ശ്രുതിയിൽ അങ്ങ് എത്തി നിൽക്കുന്നത് മാത്രമല്ല, ശ്രുതിയെ കുറച്ചും കൂടി വൈബ്രേറ്റ് ചെയ്ത് കുറച്ചും കൂടി മോനെ അത് പ്ലാൻ ചെയ്താൽ കുറെ കൂടി സംഗതികൾ അല്പം കൂടി, ഇത് ഒത്തിരി സംഗതികളൊന്നുമല്ല, ചെറുതായിട്ട് അത് മോനെ ആ പാട്ട് യേശുദാസ് പാടിയിരിക്കുന്ന പല പ്രാവശ്യം ഒന്ന് കേൾക്കണം. ആ ലാൻഡിംഗ് നോട്ട് അല്പം കൂടി സസ്റ്റെയിൻ ചെയ്ത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്. മോന് അത്യാവശ്യം ഭാവമൊക്കെ ഉണ്ടായിരുന്നു പാട്ട് വരികൾ പാടിയപ്പോൾ. പിന്നെ സന്നിധാനം ആ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ സസ്റ്റെയിൻ സന്നിധാനം എന്നുള്ള പോർഷൻ ഒന്ന് പാടാവും പോലെ. ഈശ്വരന്റെ സന്നിധാനം ഇച്ചിരി കൂടി ഒരു വൈബ്രേറ്റ് കൊടുക്കാം. മോനെ ശ്രമിച്ചാലേ കിട്ടുള്ളത്. അപ്പൊ കുറച്ചും കൂടി ഫീലിംഗ് തോന്നും. എല്ലാ ആ ലാൻഡിംഗ് നോട്ടിലും ഇച്ചിരി ഒരു പ്രോബ്ലം ഞാൻ കണ്ടു. ശ്രുതിയിൽ അല്പം ഫ്ലാറ്റ് ആകുമോ അല്ലെങ്കിൽ ഷാർപ്പ് ആകുകൊണ്ട് മാറിപ്പോയി. സസ്റ്റെയിൻ കുറച്ചുകൂടി വരാനുണ്ട്. അപ്പൊ അതില് ഒന്ന് ശ്രമിക്കും. പിന്നെ ജീവജലം എന്നുള്ള രണ്ടാമത് പാടിയപ്പോൾ ആദ്യം നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് പാടുന്നത് ജീവജലം. പിന്നെ രണ്ടാമത് പാടുമ്പോ എങ്ങനെയാ? യേശുവിന്റെ ദിവ്യനാഥം. അതല്ല, അതിനുശേഷം വരുന്നത് നാദത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ആ ജീവജലം എന്നുള്ള പോർഷനാണ്. ജീവജലം അത് പ്ലെയിൻ ആയിട്ട്. അടുത്തോ അത് കുറച്ചും കൂടി മനോഹരാക്കി എടുക്കണം. ജീവജലം ജീവജലം രണ്ടാമത് എടുക്കുമ്പോ അതൊക്കെ ഒന്ന് പഠിക്കുന്ന നല്ലതാ. അങ്ങനെയൊക്കെ ഒന്ന് പ്ലാനിങ് എടുക്കണം. കാരണം നമ്മുടേതായ രീതിയിൽ കുറച്ചൊക്കെ സംഗതികൾ കൂട്ടിക്കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്പൊക്കെ സ്വാതന്ത്ര്യം നമുക്ക് എടുക്കാന്ന് എന്റെ പേഴ്സണൽ അഭിപ്രായത്തില്. അത്രേ ഉള്ളൂ മോനെ പറയാനായിട്ട്. ആ ഒരു ഭാഗം ഒന്ന്
ഇത്രയും ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പോയി മോനെ എത്രല്ല പഠിക്കുന്നത്? +2 കഴിഞ്ഞു. ഓ, +2 കഴിഞ്ഞു. എവിടെ നാട്? ഗുരുവായൂര്. ഞാൻ ഓർക്കുമായിരുന്നു ഈ പ്രായത്തിലൊക്കെ അടിച്ച് പൊളിച്ച് കറങ്ങി നടക്കുന്ന പ്രായത്തിലേ അല്ല മോനെ പോലുള്ളവർ ഇങ്ങനെ പാട്ടിന്റെ ഈ ലെവലിലേക്ക് വരാനും ഒരു പ്രചോദനം കൂടെ ആയിരിക്കും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ, ആൺകുട്ടികളൊക്കെ. കഴിവത്തുള്ള ഒത്തിരി പേരുണ്ട്. വെറുതെ ഇങ്ങനെ മടി പിടിച്ച അലസമായിട്ട് നടക്കുക. കാരണം കഴിവുള്ള ഒത്തിരി എന്റെ അടുത്ത് മ്യൂസിക് അക്കാഡമി വരുന്ന ഒത്തിരി പിള്ളേരുണ്ട്. വെറുതെ അലസമായിട്ട് സമയം കളയുക, അവർ വെറുതെ വേറെ മറ്റു കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുക. നമുക്ക് ഈ പാടാനുള്ള കഴിവ് ഭയങ്കര ദൈവികമായ ഒരു കഴിവാ മോനെ. കൂടാതെ മിനിസ്ട്രി ജീസസിലൊക്കെ ഉണ്ടോ? അത് മോനെ ഒത്തിരി ഉപകാരപ്പെടും. ആ മേഖലയിലേക്ക് ഒത്തിരി വളരാൻ സാധിക്കും മോനെ. മോനത് കൈവിടരുത്. ഈ ഒരു മേഖല വളർത്തിക്കൊണ്ട് വരണം. നല്ല വോയിസാ മോന്റെ, നല്ല വോയിസാ. ഓക്കെ മോനെ, കൺഗ്രാജുലേഷൻസ് കേട്ടോ. താങ്ക് യു അച്ഛാ. സിസിലി. ഋതുൽ, നൈസ് സെലക്ഷൻ ഓഫ് സോങ്. ഈ പാട്ടിന്റെ ആ ഒരു പാട്ട് കേൾക്കുമ്പോ തന്നെ ഒരു ഡിവിനിറ്റി ഉണ്ട് ആ പാട്ടിന് തന്നെ. അപ്പോ അത് ഋതുലിന്റെ വോയിസിലും കൂടെ കേട്ടപ്പോ മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ ഡൈനാമിക്സ്, അതാണ് ഈ പാട്ടിന്റെ ഒരു സോള് കൊടുക്കുന്ന ഒരു സാധനം. അതൊരു മിസ്സിംഗ് ആയിരുന്നു. പക്ഷെ മോനത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, അത് ഞാൻ കണ്ടുപിടിച്ചത് ചരണത്തിലാണ്. ആ ഒരു ഹൃത്തടത്തിൽ എന്ന് പറഞ്ഞ പോർഷൻ അല്ലേ, അത് ഞാൻ ടി വി വരുമ്പോ ഒന്ന് കേൾക്കണം കേട്ടോ. എന്ത് ഭംഗിയായിരുന്നു. അത് ആ ഹൃദയത്തിലെ തൊട്ട് പാടിയാലിരുന്നു. അതൊരു ദാനമാണ് കേട്ടോ ദൈവത്തിന്റെ. അങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്ത് പാടുക എന്ന് പറയുന്ന ഒരു ദാനമാണ്. അപ്പൊ അത് മോനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് മോൻ ഒന്ന് ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട്. പാട്ട് പഠിച്ച് അതിന്റെ ഫീല് മനസ്സിലാക്കി. പിന്നെ പോകുകില്ലേ, ആ ലൈൻ ഒന്ന് പാടാമോ? സെക്കൻഡ് ഹാഫ് ആണെന്ന് തോന്നുന്നു. നീ എന്റെ മാനസം പോകുകില്ലേ. അതല്ലല്ലോ, താരരാരര പോകുകില്ലേ. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് പിന്നെ മെയിൻ ആയിട്ട് തോന്നിയത് മൈക്ക് എങ്ങനെയാ പിടിച്ചിരിക്കണേ ഋതുൽ. ഇങ്ങനെ ഫുൾ ടൈം പാടുമ്പോ ഇങ്ങനെയായിരുന്നു. പോകുകിൽ. അപ്പൊ എന്താ പറയണത്, എന്താ മോന്റെ എക്സ്പ്രഷൻ പകുതിയും എയറിൽ പോയി, കേട്ടില്ല ഞങ്ങളാരും. അത് ഈ സ്റ്റേജിലൊക്കെ ഋതുൽ മൈക്ക് പിടിക്കണ ആരെയൊക്കെ പറഞ്ഞിരണോ? ഇങ്ങനെയല്ലേ പിടിക്കാൻ പാടുള്ളൂ. അത് താത്തി ഇങ്ങനെ സംസാരിക്കുമ്പോ ഇങ്ങനെ പിടിച്ചോളൂ, പക്ഷെ പാടുമ്പോ ഇങ്ങനെ തന്നെ പിടിക്കണം. അല്ലെങ്കിൽ മോൻ പറയുന്നത്, മോൻ കൊടുക്കുന്ന എക്സ്പ്രഷൻ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇനി അത് പറയില്ല കേട്ടോ. -1. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മൈക്ക് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ, അപ്പൊ ഇനി എന്തായാലും ഓർമ്മ വേണം. ഇന്ന് -1, ഇനി വരുന്ന റൗണ്ട്സ് ഇനി -2, 3 ഒക്കെ ആകും. ഓക്കെ ഋതുൽ, അപ്പം കമന്റ്സ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് സ്കോർ ചോദിക്കാം. നിഖിലേട്ട, ഔട്ട് ഓഫ് 10? .5 out of 10. Agastya. Out of 10, Sicily. Out of 10 and ഋതുലിന്റെ ടോട്ടൽ സ്കോർ 23 out of 30. കുഴപ്പമില്ലാത്ത സ്കോറാണ്. എങ്കിലും നമുക്ക് ഋതുലിന്റെ ഒരു ടാലന്റ് വെച്ചിട്ട് ഋതുൽ എന്താ ആലോചിച്ചത്? അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. 23 അല്ലേ, അടുത്ത പ്രാവശ്യം 25, 6 അങ്ങനെ പോണം സ്കോർ ഉറപ്പായിട്ട്. കാരണം ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടിയാ. അപ്പൊ ഇങ്ങനെ വന്ന് ചെറിയ ചെറിയ ശ്രദ്ധയില്ലായ്മയായിരിക്കും ചിലപ്പോ സ്കോർ കളയുന്നത്. ഋതുലിന് എന്താണെങ്കിലും അത് കവറപ്പ് ചെയ്യാൻ പറ്റും, ഒരു കംബാക്ക് വരാൻ പറ്റും. അപ്പോ അടുത്ത റൗണ്ടില് വരണം തീർച്ചയായിട്ടും. സോ കംബാക്ക് അഗെയിൻ വിത്ത് എ വെരി ഗുഡ് പെർഫോമൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് എല്ലാം അന്നേരം പ്രൂവ് ചെയ്യണം. ഓക്കെ ഋതുൽ, അടുത്ത റൗണ്ടിൽ കാണാം. താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി സെലിബ്രിറ്റി ഡുവറ്റ് റൗണ്ടിൽ പാടാനെത്തുന്നു സോണിയ സണ്ണി. വീണ്ടും എത്തിയിരിക്കുകയാണ് സോണിയ സെലിബ്രിറ്റി ഡുവറ്റ് റൗണ്ടിലേക്ക്. നമുക്ക് പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം, പക്ഷെ അതിനു മുൻപായി നമുക്ക് സെലിബ്രിറ്റീനെ വെൽക്കം ചെയ്യാം. ദ വെരി ഫേമസ് പ്ലേബാക്ക് സിംഗർ. ലെറ്റ് മീ വെൽക്കം മഞ്ജു മേനോൻ.
മഞ്ജു ചേച്ചി വെൽക്കം ബാക്ക്. ഇങ്ങനെ മഞ്ജു ചേച്ചിയുടെ പാട്ടുകൾ കേൾക്കാൻ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഒരു സെലിബ്രിറ്റി ഡിബേറ്റ് റൗണ്ട് വരുമ്പോ നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് ഏത് പാട്ടാണ് സോണിയ സെലക്ട് ചെയ്തിരിക്കുന്നത്? നാമം ചൊല്ലും നാവുകളിൽ. നല്ല പാട്ടാണ്. റീസെന്റ് ഒത്തിരി നാളൊന്നും ആയില്ലെങ്കിലും വളരെയധികം പോപ്പുലർ ആയായിരുന്നു ഈ പാട്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കെല്ലാം വളരെ സുപരിചിതമായിരിക്കും ഈ പാട്ട്. തീർച്ചയായിട്ടും എല്ലാം സെറ്റല്ലേ? നമ്മൾ പാടുന്നത് ഒറ്റയ്ക്കല്ല, സെലിബ്രിറ്റി കൂടെ ഉണ്ട്. അതും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സിംഗർ. സോ സോണിയ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സോണിയ, എന്തോ അങ്ങനെ സോണിയയുടെ ആ ഒരു സെലിബ്രിറ്റി ഡ്യുവറ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. മഞ്ജു ചേച്ചി ഒത്തിരി സപ്പോർട്ട് ചെയ്തു, നന്നായി പാടി, നല്ല പാട്ടായിരുന്നു. പാട്ട് ഞാൻ പറഞ്ഞ പോലെ വളരെ ഫേമസ് ആണ്, പോപ്പുലർ ആണ്. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. സോണിയ എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ പാടുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. ഇനി നമുക്ക് ജഡ്ജസിന്റെ അഭിപ്രായം എങ്ങനെയാന്ന് ചോദിക്കാം. അഗസ്റ്റിൻ അച്ഛ. സോണിയ മോളെ എന്തോ നന്നായിട്ട് പാടിയ മോളെ. താങ്ക് യു. മോള് ശ്രുതിക്കുണ്ട്, പിന്നെ കുറച്ചും കൂടി ഭാവം വരാനുണ്ട് എന്നുള്ളതാണ് തോന്നിയ. പാട്ടുകൾക്കനുസരിച്ചുള്ള വരികൾക്കനുസരിച്ചുള്ള ഭാവം ഒന്നും കൂടി നമ്മള് കൂടുതലൊന്ന് കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. കാരണം നമ്മള് പള്ളി പാടുന്നുണ്ടോ? ഉണ്ട്. ചർച്ച നമ്മുടെ പള്ളി ഏതാ, എവിടെയാ? ബളാൽ. ബളാൽ. ഈ ബളാൽ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് അടുത്ത്. മോളുടെ കൂടെ അല്ലെ മോള് മെയിനായിട്ടാണോ പാടുന്നത്? പള്ളിയില് മെയിനായിട്ട് ആണല്ലേ? അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? മോളുടെ ഈ പരിപാടി കാണുന്നതും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? റെസ്പോൺസ് കിട്ടുന്നുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഒത്തിരി പേര് നമ്മളെ അഭിനന്ദിക്കുന്നുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞില്ല, വോയിസ് ആയിട്ട് ആ രീതി നോക്കുമ്പോൾ ഞാൻ അത്ര ഭംഗി പറയുന്നില്ല. പക്ഷെ പാട്ട് എന്ന രീതിയിൽ, പാട്ടുകാരി എന്നറിയില്ല, നല്ല രീതിയിൽ നമ്മൾ ഉയർന്നു വരും. എല്ലാവിധ അഭിനന്ദനങ്ങളും കേട്ടോ. താങ്ക് യു അച്ഛ. സിസിലി. സോണിയ എന്തോ നല്ല സെലക്ഷൻ ഓഫ് സോങ്. ആരെ മ്യൂസിക് ചെയ്തിരിക്കണേ അറിയാമല്ലോ അല്ലേ? അയ്യോ, ജേക്കബേട്ടന്റെ പാട്ടാണ്, ജേക്കബ് കൊരട്ടി. വളരെ ബ്യൂട്ടിഫുൾ ആയ സോങ് ആണ് ജേക്കബേട്ട. ആൻഡ് ലിറിക്സ് അറിയാമോ? ഫാദർ അശോക് ആണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന പാട്ടുകൾ അറ്റ്ലീസ്റ്റ് ഒന്ന് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്യണം. കാരണം നമ്മൾ പാടുന്ന പാട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആരാന്ന് അറിയണ്ടേ? സൃഷ്ടിച്ചിരിക്കുന്ന അവരുടെ ഇതറിയത്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ പാട്ടുകൾ അത് പഠിക്കുന്നതിൽ എന്താണ് യൂസ്? അവരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അവർ ഇത്രയും കഷ്ടപ്പെട്ട് എത്ര നാളത്തെ എഫേർട്ട് എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിയൊക്കെ ഉണ്ടാക്കിയ പാട്ടുകളാണ് ഇതെല്ലാം. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ എടുക്കുന്ന പാട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കോമ്പറ്റീഷൻ വരുമ്പോഴെങ്കിലും അടുത്ത പ്രാവശ്യം തൊട്ട് ഞങ്ങളത് ചോദിച്ചിരിക്കും കേട്ടോ. എല്ലാ പാട്ടുകളും ചോദിച്ചിരിക്കും. എല്ലാവരോടാ പറയുന്നത് കേട്ടോ. ഈ പാട്ടില് മോള് നന്നായിട്ട് പാടി. ചേച്ചി രണ്ടുപേരും കോംപ്ലിമെന്റ് ചെയ്ത് നന്നായി പാടി. നിങ്ങളുടെ ഡ്രസ്സിലും ഉണ്ടായിരുന്നു ആ കോർഡിനേഷൻ, കളർ കോർഡിനേഷൻ. നല്ല രസമായിട്ട് പാടി. മോള് എനിക്ക് തോന്നിയത് അവിടെ എവിടെയൊക്കെയുള്ള ശ്രുതിയുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് മറവി ഉണ്ടായിരുന്നു അല്ലെ? അമ്മിങ് ഇടയ്ക്ക് മറന്നുപോയി. ലാസ്റ്റ് ലൈൻ കൂടെ പാടാൻ മറന്നുപോയി. അത് പാടാതിരുന്നായിരിക്കും അല്ലെ? അടുത്ത് എടുക്കാനുള്ളതുകൊണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. പിന്നെ നിങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നാമം ചൊല്ലും. എല്ലായിടത്തും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ മാത്രം. ഓരോരോ ഒന്ന് പാടാവോ? ഓരോരോ ഒന്നോട് വന്ന് ശ്രുതി കേട്ടിട്ട്. ശ്രുതി കൂടെ കയറാറുണ്ട്. കറക്റ്റ് കറക്റ്റ്. ഇത് തന്നെ ആ രണ്ടാമത്തെ ചരണത്തിലും. പിന്നെ സുവിശേഷം എന്നുള്ളൊരു ലൈനില്ലേ, അത് വാക്ക് സുവിശേഷം രണ്ട് ഷായും വരുന്നു. ഷായും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാ. അതുപോലെ ഹൃദയ സക്രാരിയല്ലേ, പല്ലവിയിലുള്ള ഹൃദയ സക്രാരിയല്ലേ. ചേച്ചി പാടിയപ്പോ ഹൃദയ സക്രാരിയല്ലേ, അങ്ങനെ ഒരു ഫീലും കൂടെ ഉണ്ടായിരുന്നു ആ വാക്കില്. ബ്യൂട്ടിഫുൾ ആയിരുന്നു ചേച്ചിയുടെ പോർഷൻ. അപ്പൊ അങ്ങനത്തെ ഞാൻ വെച്ചാൽ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നോണ്ട് മോൾക്ക് ഇച്ചിരിയും കൂടി ആ ഒരു എന്താ പറയാ ആ ഒരു ഫ്ലോ കുറച്ചും കൂടെ തന്നെ പാടുന്നേക്കാളും ചേച്ചിയും കൂടെ ഉള്ളപ്പം അതിങ്ങനെ ഇട്ട് തരികയാണല്ലോ അടുത്ത ലൈൻ. അപ്പൊ അതങ്ങനെ പാടാൻ നല്ല സുഖമായിരിക്കും. അപ്പൊ അത് എടുത്ത് ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുത്താതെ സോണിയ പാടണം. അത് നമ്മള് ഫീൽ ഇല്ലാതെ വന്ന് പിന്നെയും ചേച്ചി ഫീൽ ആയിട്ട് പാടും. അപ്പൊ ആ ഒരു ഡിഫറൻസ്, എസ്പെഷ്യലി ഫീമെയിൽസ് രണ്ട് വോയിസസ് വരുമ്പോൾ നല്ല ഡിഫറൻസ് എടുത്തറിയും നമ്മള് മെയിൽ വോയിസസിനേക്കാളും. അപ്പോ അത് കുറച്ചും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പാടാമായിരുന്നു. പിന്നെ ആ ഫീലിനുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പൊ താങ്ക് യു ഫോർ ദ സോങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. സിസിലേട്ടാ, രണ്ടുപേരും മനോഹരമായിട്ട് ആലപിച്ചു, നന്നായിരുന്നു. കാസർഗോഡ് ഭക്ഷണം കഴിച്ചിനാ അങ്ങനെയൊക്കെ എല്ലാവരും സംസാരിക്കുക അല്ലേ? അവിടെ പള്ളിയിലൊക്കെ എങ്ങനെയാ വർത്തമാനൊക്കെ എല്ലാവരെയും ഇങ്ങനെയാണോ? അല്ല. സോണിയുടെ സംസാരത്തിൽ എനിക്ക് തോന്നിയില്ല അങ്ങനെ. നമ്മുടെ കേരളത്തിലെ പല ഭാഗത്ത് പോയി കഴിഞ്ഞാല്
തിരുവനന്തപുരത്ത് പോയാലും കൊച്ചി വന്നാലും തൃശ്ശൂർ പോയാലും ഇവരൊക്കെ വരുമ്പോ എല്ലാവർക്കും ഒരു ശൈലി ഉണ്ടാവും, സംസാരിക്കുന്ന ശൈലി അല്ലെ. ഇതന്നെ പാട്ടിലും വരും. പക്ഷെ പാട്ടിൽ ഈ മറ്റേ എന്താ പറയാ ഭാഷ രീതിയിലല്ല വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പറയുകയാണെങ്കിൽ ഇപ്പൊ മോള് പള്ളിയിൽ കൊയർ പാടില്ലേ, ഈ കൊയർ പാടുമ്പോ ഒരു വേറൊരു ഡൈനാമിക്സ് ആണ്, ഉച്ചാരണം ഡൈനാമിക്സ് വേറെയാണ്. ഇത് എല്ലാ ഗാനങ്ങളിലും നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോയാൽ ലേബിൾ ചെയ്യപ്പെടും, ഇത് കോയർ സിംഗർ ആണെന്ന് പറഞ്ഞു ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇപ്പൊ കോറസ് പാടുന്നവര് പലവരും പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെ കോറസ് പാടി 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 അവർക്ക് സോളോ പാടുമ്പോ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കോറസ് സിംഗേഴ്സായി മാറുന്നത് അങ്ങനെയാണ്. മോൾക്ക് അങ്ങനെ ഒരു ചെറിയ ടെൻഡൻസി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ചില ഉച്ചാരണ ഭാഗത്ത്. ആ കാര്യങ്ങളൊക്കെ എല്ലാം യൂസ് ചെയ്യുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാ ഗാനങ്ങളും പാടാൻ പറ്റണം. എന്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് ഇങ്ങനെ ഈ ഒരു തട്ടിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആണ് ഇവിടെ ബേസ് ആയിട്ടുള്ളത്. നമ്മുടെ കോമ്പറ്റീഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ്. വീട്ടിൽ ചെന്നാല് മക്കള് വേറെ ഗാനങ്ങളൊക്കെ ആലപിക്കാറുണ്ടോ? ഉണ്ട്. അച്ഛന്റെ ഒരു അഡ്വൈസ് എടുക്കാം. ഈ അച്ഛൻ പറയും ശ്രുതി ചെയ്ത ചെറിയൊരു വൈബ്രേറ്റോ യൂസ് ചെയ്യാന്നുള്ളത്. ഇങ്ങനെയുള്ള പാട്ടുകളിൽ സ്റ്റേജിലൊക്കെ ആലപിക്കുമ്പോൾ യു ക്യാൻ യൂസ് ദാറ്റ്. എന്ന് വെച്ചാൽ അത് എപ്പോഴും കയ്യിൽ വെച്ച് നടക്കരുത്. ആവശ്യമുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പൊ ശ്രുതി വേരിയേഷൻസ് ഒക്കെ നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ട് പാടാം. അത് ഈ പാട്ടിലും മോള് സ്ട്രക്ചറൊക്കെ കറക്റ്റ് ആയിട്ട് പാടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? എല്ലാം കറക്റ്റ് ആയിട്ട് പാടുന്നുണ്ട്. പുറത്തുനിന്ന് ഒരാൾ കേൾക്കുമ്പോൾ ഗംഭീരം, നല്ല ശബ്ദം, നല്ല ത്രോട്ട്. നമുക്കൊരു സാധനമുണ്ട്, ഒരു പാട്ടുകാരെന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. ദർ ഇൻ ഇമോഷൻ ദർ. അതെല്ലാ തരം പാട്ട് പാടുമ്പോൾ ഇറ്റ് ഷുഡ് കം. ആൻഡ് ഡിക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കോമ്പിനേഷൻ ആയിരുന്നു ഗംഭീരം. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടും, നല്ല രസമായിരുന്നു കേൾക്കാൻ. അത് സൗണ്ടിന് അത് ബാലൻസ് ചെയ്യുന്ന ഇയർഫോൺസ് വന്നപ്പോൾ നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. ദാറ്റ്സ് ഓൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നിഖിലേട്ട. സോണിയ, അങ്ങനെ കമന്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല കമന്റ്സ് ആയിരുന്നു. എന്നാലും കുറെ അഡ്വൈസ് ഉണ്ട്, കറക്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം തീർച്ചയായിട്ടും. അതിന് ശ്രമിക്കണം നല്ല രീതിയിൽ. നമുക്ക് സ്കോർ ചോദിക്കാം. സിസിലി, ഔട്ട് ഓഫ് 10? അഗസ്റ്റിനച്ഛാ? 7.5 again, Nikhileta. And the total score is 22.5 out of 30. Sonia, 22.5, not a bad score. പക്ഷേ സോണിയ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു, അതിൽ നിന്ന് ഇച്ചിരി താഴേക്ക് പോയി സ്കോർ ലെവൽ. പക്ഷെ കറക്ഷൻസ് കിട്ടി. എന്താണെങ്കിലും സോണിയ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അതിലൊരു ഇംപ്രൂവ്മെന്റ് ഈ അടുത്ത റൗണ്ട്സിലൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പൊ ആ ഹാർഡ് വർക്ക് വിടാതെ തന്നെ കൂടെ പിടിക്കുക. ഇനി അങ്ങോട്ട് പോകുമ്പോ ഇനി താഴേക്കൊരു സ്കോർന്ന് ചിന്തിക്കാനേ പറ്റില്ല, മുകളിലേക്ക് മാത്രം. അപ്പൊ സോണിയ അടുത്ത റൗണ്ടില് നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരണം. താങ്ക് യു മഞ്ജു ചേച്ചി. താങ്ക് യു സോണിയ. വോയിസ് ഓഫ് ക്വിറ്റ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി പാടാനെത്തുന്നു ജെന്നിഫർ ആലിസ്. ജെന്നിഫർ വീണ്ടും നല്ല മിടുക്കുട്ടിയുടെ നല്ല ഉടുപ്പാണ്. ജെന്നിഫറിന്റെ എല്ലാ ദിവസം കാണുമ്പോൾ എനിക്ക് നല്ല കൊതി വരും. നല്ല സെലക്ഷൻസ് ആണ്. അമ്മയുടെ ആയിരിക്കും അല്ലേ? നല്ല ആട്ടോ കാണാൻ. അപ്പൊ ഇന്ന് ഏത് റൗണ്ടാണ്? ഞാനിന്ന് ഫാമിലി റൗണ്ടിലാണ്. ഫാമിലി റൗണ്ടാണ്. അപ്പൊ ജെന്നിഫറുടെ ഫാമിലി എത്തിയിട്ടുണ്ടോ ഇവിടെ? എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ ചോദിക്കാം. ആദ്യം നമുക്ക് ജെന്നിഫറുടെ ഫാമിലിയെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെ സ്നേഹപൂർവ്വം ജെന്നിഫറിന്റെ ഫാമിലിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജെന്നിഫറിന്റെ പപ്പയും മമ്മിയും ബ്രദറും ഉണ്ട്. വെൽക്കം.
നിങ്ങൾ സ്റ്റേജിന്റെ പുറത്ത് നിങ്ങൾ 3 പേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും ജെന്നിഫറിന് സപ്പോർട്ടായിട്ട് സ്ട്രെങ്ത് ആയിട്ട് എന്നും കൂടെ ഉണ്ട്. പക്ഷെ ഈ വേദിയിലേക്ക് നിങ്ങൾ 3 പേരും വന്നതിൽ ഒരുപാട് സന്തോഷം ജെന്നിഫറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇന്ന് എങ്ങനെയാണ് സപ്പോർട്ട്? പപ്പ പാടുവോ? വീട്ടില് പ്രാർത്ഥനക്ക് പാടുമെന്നല്ലാണ്ട് അങ്ങനെ പാടില്ല. സ്റ്റേജിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. എന്നാലും ജെന്നിഫറിന് കഴിവ് കിട്ടിയിരിക്കുന്നത് മിക്കവാറും പപ്പയുടെ അടുത്തുനിന്നായിരിക്കണം. അങ്ങനെ പറയാൻ പറ്റില്ല. അമ്മൂമ്മ പാടുമായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ വഴിയും വന്ന് കാണണം അല്ലേ? ഓക്കെ. അപ്പൊ ചേച്ചി എങ്ങനെയാണ്? പാടില്ല. എന്നാലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ജെന്നിഫറിന്റെ മമ്മിയും ബ്രദറും ഒക്കെ ഈ സ്റ്റേജിലുണ്ടാകും. ജെന്നിഫറിന് എന്താ പറയാനുള്ള? ഇവരൊക്കെ വന്നപ്പോ എന്ത് തോന്നുന്നു? ഞാൻ ആദ്യമായിട്ടാണ് പാരന്റ്സിന്റെ കൂടെ സ്റ്റേജിൽ നിൽക്കണതും. അതിന് വലിയൊരു താങ്ക്സ് ഉണ്ട് അല്ലേ ഗുഡ്നസ് ടിവിയോടും ഈ ഷോയോടൊക്കെ. പിന്നെ അവർ കൂടെ നിൽക്കുമ്പോ ഒരു കുറച്ചും കൂടി കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ? കോൺഫിഡൻസ് തോന്നുന്നു. ഓക്കെ. അപ്പൊ ഇന്ന് ജെന്നിഫർ ആണ് അപ്പയ്ക്ക് നല്ല കോൺഫിഡൻസ് തിരിച്ച് പകർന്നു കൊടുക്കണം കേട്ടോ. എന്നും ധൈര്യമായിട്ട് പാടണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിടുന്നതാണ്. ഇന്ന് അപ്പയോട് പറയണം ധൈര്യമായിട്ട് പാടണം, പേടിക്കും ചെയ്യരുത്, ഇത് എന്റെ ഫ്ലോർ ആണെന്നൊക്കെ പറയണം കേട്ടോ. അപ്പൊ ഓക്കെ, ജെന്നിഫറും പപ്പയും കൂടി നമുക്ക് നല്ല പാട്ട് പാടിത്തരും. അമ്മയും ബ്രദറും സപ്പോർട്ട് ചെയ്യാനുണ്ട്. നമുക്ക് ഏവർക്കും ആസ്വദിക്കാം. ജെന്നിഫർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിത്യവും ചേർന്നിടാൻ എന്നെ നിൻ കാഴ്ചയായി
ജെന്നിഫർ, എന്തോ നല്ലായിരുന്നു കാണാൻ. ഇങ്ങനെ പുറത്തുനിന്ന് നോക്കി കാണുമ്പോ ജെന്നിഫർ, പപ്പ, മമ്മി, ബ്രദറൊക്കെ അനിയനൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് കാണുമ്പോ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ പാട്ടും കൂടി ആയപ്പോ അത് പൂർത്തിയായി. പപ്പ നന്നായിട്ട് പാടുമല്ലോ ജെന്നിഫർ. ജെന്നിഫർ ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്, പപ്പ ഇങ്ങനെ പാടണം അങ്ങനെ പാടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. പപ്പ എങ്ങനെ പാടി ജെന്നിഫർ? പപ്പ സ്റ്റേജിൽ ആദ്യമായിട്ടാ പാടുന്നത്. പിന്നെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്താണ് പാടുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി. പപ്പനെ സേഫ് ആക്കിട്ടോ, പപ്പനെ മിടുക്കി. അപ്പം പപ്പയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ കൂടെ നിന്ന് പാടുന്നത്? ശരിക്കൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. തീർച്ചയായും ഇത് ഇങ്ങനൊരു അവസരം ഗുഡ്നസ് വഴി മോള് നേടിത്തന്നതിൽ വളരെയധികം അഭിമാനമുണ്ടിരിക്കും. തീർച്ചയായും മോള് വഴി അങ്ങനെ ഒരു അവസരം കിട്ടിയോ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ ചേച്ചി അനിയനെ സപ്പോർട്ട് ചെയ്തു, അറ്റ്ലീസ്റ്റ് ഒന്ന് തൊട്ടെങ്കിലും ആശ്വസിപ്പിച്ചു. പേടിക്കണ്ടെന്നുള്ളൊരു സിമ്പിൾ ഉണ്ടായിരുന്നു അതില്. മോനും കൂടെ നിന്നിട്ടോ ഇത്രയും നേരം ചേച്ചിയുടെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നിന്നു, നല്ലതായിരുന്നു. ഇനി ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് നമുക്ക് പോകാം. സിസിലി, ജെനിഫർ, എന്തോ നിങ്ങളുടെ മൊത്തം ഫാമിലി വന്ന് നിന്നതാണ് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയത് കേട്ടോ. എല്ലാവർക്കും, എല്ലാ അപ്പനമ്മമാർക്കും പാടാൻ പറ്റിയെന്ന് വരില്ല, അല്ലെ എല്ലാവർക്കും പാടാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് അത് പ്രേക്ഷകരെ കാണണം. അത് കാണാതെ പോയി കഴിഞ്ഞാൽ വളരെ ഒരു മിസ്സാണ്. അത് നിങ്ങൾ എല്ലാരും വന്ന് ചേർന്ന്, ഈ മോന് ഉൾപ്പെടെ എല്ലാരും വന്ന് നിന്നത് ഒരു ഭയങ്കര ട്രീറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കാണാൻ. ആ കുഞ്ഞു വാവ വരെ ഇങ്ങനെ ചിരിച്ച് ചേച്ചിനെ സപ്പോർട്ട് ചെയ്ത് കാണാൻ ഭയങ്കര രസമായിരുന്നു. അയച്ചോടാ, സോ സ്വീറ്റ്. ആൻഡ് അമ്മയാണെങ്കിലും വന്ന് നല്ല സാരി കൂടി, നല്ല ബ്യൂട്ടിഫുൾ അമ്മ. ഈ അമ്മനെ കാണാതെ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ആൻഡ് നന്നായി പാടിട്ടോ. പപ്പാന്നാണോ അപ്പാന്നാണോ എന്താ വിളിക്കണേ? പപ്പ നന്നായിട്ട് പാടി. എനിക്ക് തോന്നിയത് മോള് പാടുമ്പോ മോള് പാടുന്നത് മോളാണ്, പക്ഷെ എക്സ്പ്രഷൻ അപ്പയുടെ മുഖത്താണ്. അപ്പയുടെ മുഖം നോക്കിയാൽ മതി മോള് പാടുന്നതിന്റെ എക്സ്പ്രഷൻ. അത്ര ഇൻവോൾവ്മെന്റ് ആയിരുന്നു അപ്പയ്ക്ക് മോളുടെ പാട്ടില്. സോ ഐ അണ്ടർസ്റ്റാൻഡ് എന്തോരം പാട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് നേരിട്ട് ഇങ്ങനെ കാണുമായിരുന്നു. ആ ഒരു എന്താ പറയാ, പാടാൻ ഉള്ള ആഗ്രഹം അല്ലെങ്കിൽ പാട്ടിനോടുള്ള സ്നേഹം മോളിലൂടെയാണ് അപ്പ അത് സാക്ഷാത്കരിക്കുന്നത്. അതിലൊരുപാട് സന്തോഷം തോന്നി കേട്ടോ. പിന്നെ നിങ്ങൾ ഒരുമിച്ച് പാടിയപ്പോ ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ബ്ലെൻഡ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. ഇത് പാടാൻ അത്ര ഈസിയുള്ള പാട്ടല്ല, ഓഫ് ബീറ്റിലൊക്കെ വരുന്ന പാട്ടാണ്. അത് കറക്റ്റ് ആയിട്ട് തുടങ്ങി ഒക്കെ പാടിയത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ എനിക്ക് മോളുടെ പാട്ട് എക്സെപ്ഷണൽ ആയിരുന്നു മോനെ, നന്നായി പാടി കേട്ടോ, വെരി നൈസ്. എസ്പെഷ്യലി എക്സ്പ്രഷൻസ്, ഫീല് ബ്യൂട്ടിഫുൾ ആയിരുന്നു. 2 വേഴ്സസ്, അനുപല്ലവി ആവട്ടെ ചരണമാവട്ടെ, ആ ഈന്ന് തുടങ്ങുന്ന ലൈൻസ് ഒക്കെ ഇല്ലേ, ഓ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. മോള് കൊടുത്ത ഡൈനാമിക്സ് ഒക്കെ ഇല്ലേ, സൂപ്പർ. ഞാനൊന്നും എഴുതി വെച്ചില്ല. ആ കൂടെ തോന്നിയത് ഫാദർ പാടിയ മുന്തിരി ആ പോർഷൻ ഇല്ല, അത് കഴിഞ്ഞു വരുന്ന ഭാഗങ്ങൾ രണ്ടിടത്തും ഒന്ന് പോയി. ഒന്ന് പാടിയൊന്ന് ശരിയാക്കാമോ? അത്ര മാത്രമേ ഉള്ളൂ. മുന്തിരി നീരതിൽ ചേരുന്നൽ പൂജ്യമായി ഇപ്പൊ വന്നു. ഇപ്പൊ ആ മുന്തിരിയും തുടങ്ങുന്ന ലൈൻ, പിന്നെ ആ ലൈനും അതുപോലെ തന്നെ ഒന്നും ജാക്കായി പോയി. അത് ഒഴിച്ചു നിർത്തിയാൽ മോളുടെ എക്സ്പ്രഷൻസ്, ഡൈനമിക്സ് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ പാട്ടില്. മോള് ഇതിനു മുമ്പ് ഒരു റൗണ്ടിൽ പാടിയിരുന്നു, ഞാൻ ഏത് റൗണ്ടാണെന്ന് ഞാൻ മറന്നുപോയി. അതിലും ഇതേപോലെ നമ്മളെന്താ പറയാ, ഒരു വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി ആ പാട്ട്. അതുപോലെ തന്നെ ഇപ്പൊ അത് സംഭവിച്ചു മോള് പാടിയപ്പോ. ആൻഡ് ഐ തിങ്ക് അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് വന്നതിന്റെ ഒരു ഡിവിനിറ്റി ആണ് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, ഇനി അല്ലാതെയും ഫാദറിന്റെ കൂടെ ഡുവറ്റ് പാടാൻ പറ്റട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. നിഖിലേട്ടാ? ജെന്നിഫർ, എന്തോ പപ്പയും മമ്മി എല്ലാവരുടെയും സാന്നിധ്യം ഭയങ്കര ഗുണം ചെയ്തു അല്ലേ? നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു. ആ ഐശ്വര്യം പാട്ടിലും കണ്ടായിരുന്നു, കേൾക്കാനും പറ്റി. ഞാൻ ഒന്നും കുറിച്ചിട്ടില്ല. ജെന്നിഫർ ഫാമിലി റൗണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ തൊട്ടടുത്ത് മുകളിൽ മാർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വേറെ എഴുതണം എന്നൊക്കെ ഉണ്ടാച്ചാൽ ഞാൻ ഇങ്ങനെ ഒന്ന് ഇരുന്ന് കേട്ടോണ്ടിരുന്നപ്പോൾ മോള് സിസിലിപ്പ പാടിച്ചെന്നല്ല ആ മുന്തിരി എന്നുള്ള വാക്കും
അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീണപ്പോ ഞാനൊന്ന് തല പൊങ്ങിയത് എടുക്കാം. പിന്നെ നോക്കിയപ്പോ അവിടെ രണ്ടുപേരും ഭയങ്കര കുറുക്കില്. അപ്പൊ ഞാൻ ഉപേക്ഷിച്ചു. ഞാനും കൂടി ഇനി അത് പറഞ്ഞ് കുഴച്ച് പിന്നെ ഒരിക്കലും പാടിയ ശരിയാൻ പറ്റുന്ന അവസ്ഥയില്ല. അത് നല്ലതാന്ന് കണ്ണാതെ. എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള പെൺകുട്ടികള് കൊച്ചു കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മളൊരു മറുക് വെക്കും, കണ്ണ് വെക്കാതിരിക്കുക. ആ തെറ്റ് അങ്ങനെയാന്ന് വിചാരിച്ചാൽ മതി അല്ലേ? അസാധ്യമായിട്ട് പാടി. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 7th-ലായി. ഏത് പ്രായത്തിലാണ് ഇവള് ഇങ്ങനെ പാടുന്നത് തിരിച്ചറിഞ്ഞത് രണ്ടുപേരും? എനിക്ക് 2nd സ്റ്റാൻഡേർഡിലേക്ക് ആയപ്പോഴാണ് അവൾക്ക് ഒരു 7 വയസ്സ് അല്ലേ? 7 വയസ്സ് 8 ആയിട്ടില്ല. ഇല്ല. ഓ ഓക്കെ. നന്നായിരുന്നു. ഫാന്റാസ്റ്റിക്. നല്ലൊരു ഫാമിലി, നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫാമിലി. ഇതിനെക്കാട്ടും വരെ ഒന്നും പറയാനില്ല. താങ്ക് യു. God bless you all. താങ്ക് യു നിഖിലേട്ട. അഗസ്റ്റിൻ അച്ഛൻ. ജെന്നിഫർ മോളെ, എന്തോ എനിക്ക് പറയാനുള്ളത് ഇവർ രണ്ടിനും കോപ്പി അടിച്ചു മോളെ. നീ എന്നാ ചെയ്യേണ്ടത്? ശരിക്കും ഒരു മാലാഖ കുട്ടി ഒരു സ്വർഗീയ ഗാനം ആലപിച്ചപ്പോൾ മനുഷ്യർക്ക് കിട്ടിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നാ എനിക്ക് വാക്കുകളില്ല പറയാൻ. ഞാൻ അധികം പറയാറില്ല. പക്ഷെ മ്യൂസിക് എപ്പോഴും പ്രത്യേകിച്ച് കുട്ടിയുടെ പാട്ട് കേട്ട് ഞാൻ പിന്നെ എല്ലാം മറന്നു പോകും. അത്രയ്ക്ക് എന്റെ അടുത്ത് കാരണം ഇതുപോലുള്ള കൊച്ചുങ്ങളെ കൂടുതൽ പഠിക്കാൻ വരുന്നത്, 100 കണക്കിന് പിള്ളേർ. അതുകൊണ്ട് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും അനുഭവമാണ്. കഴിവുള്ള കുട്ടികളെ ഞാൻ എങ്ങനെയെങ്കിലും മാക്സിമം ഞാൻ വളർത്തിയെടുത്തിരിക്കും. എന്റെ ഒരു നേച്ചറിന്റെ പ്രത്യേകമായിട്ടായിരിക്കാം. പക്ഷെ മോള് അസാധ്യമായിട്ടാണ് മോള് പാടുന്നത്. അസാധ്യമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാടുന്നത്. അത് പപ്പയുടെ ഗുണമുണ്ട് കേട്ടോ. ഞാൻ ഓർക്കുന്നത് ഈ ഓഫ് ബീറ്റുള്ള ഒരു പാട്ടാണിത്. പക്ഷെ അത് എത്ര കറക്റ്റ് ആയിട്ടുള്ള ആ തുടക്കം എല്ലാം തന്നെ ഇച്ചിരി ഓഫ് ബീറ്റിൽ പോകുന്ന പാട്ടാ. ഒരു പ്ലെയിൻ ആയിട്ട് പാട്ട് ആയിരുന്നെങ്കിൽ ഞാൻ അത്രയും പറയലായിരുന്നു. പക്ഷെ ഇത് ശരിക്കും ഒരു ഓഫ് ബീറ്റ് തുറന്ന് അവസാനിക്കുകയും ചെയ്തൊരു പാട്ടിന് എങ്ങനെ എനിക്ക് പരസ്പരം കമ്പയർ എന്നുള്ളത് എനിക്ക് അത്ഭുതമായിട്ടാ തോന്നുന്നത് കേട്ടോ. അതും പപ്പായ്ക്കും അതുപോലെ തന്നെ ആ കഴിവുണ്ട്. അത് തന്നെയാ മോൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചൊരു ഭാവം മോൾക്ക് ഒത്തിരി ഉണ്ട്. അതായത് ലാൻഡിംഗ് നോട്ട് വൈബ്രേറ്റ് ചെയ്ത് നിർത്തുന്നത് നല്ല കഴിവാണ് മോൾക്കത്. അതാണ് ഞാൻ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്തൊരു കാര്യം. വൈബ്രേറ്റിങ് അത് ചിലപ്പോ ഇപ്പോഴും അത് അഡ്വൈസബിൾ ആണെന്നും ഇല്ല. നിഖിലത് ഒരിക്കലും പറഞ്ഞായിരുന്നു. എപ്പോഴും അത് അഡ്വൈസബിൾ ആവണം എന്നില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമായിരുന്നു. മോള അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് നിർത്തുന്നത് കറക്റ്റ് യൂസേജാണ്. ഇവര് രണ്ടുപേരും പറഞ്ഞ അത് തന്നെ. മുന്തിരി നീര് അവിടെ ഇച്ചിരി അല്പം ഒരു ശ്രുതി പാളി പോയിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ഒരുങ്ങി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പപ്പയും കൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണാനുണ്ട്. പിന്നെ ഓർക്കസ്ട്ര നന്നായിട്ട് ചെയ്തു കേട്ടോ. നല്ല രസമായിട്ട് തോന്നി. അതിന്റെ മൊത്തം നല്ലൊരു ഫീൽ ഉള്ള പാട്ടും കൂടി. അതൊരു ഒരു ഹാപ്പി മോഡലിന്റെ പാട്ടാണ്. പക്ഷെ നല്ല ഭംഗിയായിട്ട് പാടി. ഓക്കെ മോളെ. താങ്ക് യു അച്ഛാ. അപ്പൊ നല്ല കമന്റ്സ് എല്ലാം കിട്ടിയില്ലേ? ഞാനൊരു ചെറിയ കാര്യം നോട്ടീസ് ചെയ്തായിരുന്നു. ജഡ്ജസ് പറഞ്ഞ ആ മുന്തിരി എന്നുള്ളൊരു പോർഷൻ മോൾക്ക് അങ്ങനെ സ്ലിപ്പായിന്ന് തോന്നിയപ്പോ തന്നെ പപ്പ പയ്യെ ഷോൾഡറിൽ പിടിച്ചിങ്ങനെ തട്ടി കൊടുക്കുക. അപ്പൊ പപ്പ അത് ഐഡന്റിഫൈ ചെയ്തു. അത് സാരില്ല, പോട്ടെ, അടുത്ത് കറക്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ജസ്റ്റർ എനിക്ക് ഫീൽ ചെയ്തു അവിടുന്ന്. അത് ഞാൻ ശരിക്കും അത് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. അപ്പൊ അതും അത്രയ്ക്കും സപ്പോർട്ട് സ്റ്റേജിൽ വന്ന് നിന്ന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പപ്പയ്ക്കും മമ്മിക്കും അനിയനും എല്ലാവർക്കും. അപ്പൊ നല്ല കമന്റ്സ് ആണ് കിട്ടിയത്. ഇനി നല്ല മാർക്സ് ആണോ കിട്ടുന്നത് നമുക്ക് നോക്കാം. സെസിലി, ഔട്ട് ഓഫ് 10 എത്രയാണ് സ്കോർ? out of 10. Agustin Acha. Again, Nicoleta. And the total is 25.5 plus 2, 27.5. Thank you. Congratulations. ആ 2 points എവിടെ നിന്ന് വന്നു അറിയാലോ? ഫാമിലി തന്നെ ഇവിടെ വന്ന് നിന്ന് ജെന്നിഫറിനെ സപ്പോർട്ട് ചെയ്തതിനാണ്. ആ ബോണസ് 2 points. അപ്പോൾ 27.5 നല്ലൊരു സ്കോറാണ്. അപ്പോൾ ജെന്നിഫർ, താങ്ക്സ് ടു ആ ഫാമിലി അല്ലേ? ഫാമിലിക്ക് ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ജെന്നിഫറും നന്നായിട്ട് പാടിയതുകൊണ്ടാണ് സ്കോർ അത്രയ്ക്കും കൂടാൻ വഴിയൊരുക്കിയത്. സോ കൺഗ്രാറ്റുലേഷൻസ് ജെന്നിഫർ, ആൻഡ് താങ്ക് യു സോ മച്ച് ചേച്ചി ചേട്ടാ.
മോനു, താങ്ക് യു. അങ്ങനെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ 3 പെർഫോമൻസസും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള റൗണ്ട്സും പെർഫോമൻസസും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഏവരും അതെല്ലാം ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നല്ല നല്ല റൗണ്ട്സും നല്ല നല്ല ഗാനങ്ങളുമായി ഞങ്ങൾ തിരിച്ചു വരും. അതുവരേക്കും കാത്തിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. തീർത്ഥയാത്ര, യേശുവിന്റെ മാർഗദീപം, നീ എന്റെ മാനസം പൂകുകില്ലേ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ.